ഹലോ, ദേ ഈ കാണുന്നതില്ലേ നമ്മുടെ കാലിലിടുന്ന വള്ളിച്ചെരുപ്പില്ലേ, അതിന്റെ വള്ളിയാണ് കേട്ടോ. അപ്പൊ ഇത് നമുക്കിങ്ങനെ ഒരു കെട്ട് പോലെ ഇവരിങ്ങനെ കൊണ്ട് തരും. അത് നമ്മളിങ്ങനെ ആ സൈഡിലുള്ള ഇതെല്ലാം ഒരുക്കി വൃത്തിയാക്കി കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇങ്ങനെ ഓരോ സെക്ഷനായിട്ട് തിരിച്ചു പോകും. അതായത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കാലിടുന്ന വള്ളിയില്ലേ, അതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തിരിച്ചു വെക്കും. അപ്പൊ അത് അമ്മ ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം ഞാനിങ്ങനെ കുറച്ചേരം വെറുതെ ഒക്കെ ഇരുന്നിട്ട് പിന്നെ കുറച്ച് ക്ലീനിങ്ങും പരിപാടി ഉണ്ടായിരുന്നു. നമ്മുടെ ആ ഫ്ലവർ വേസ് ഒക്കെ വെച്ചേക്കുന്നിടത്ത് ക്ലീൻ ചെയ്യാനായിട്ടുണ്ടായിരുന്നു. പൊടിയൊക്കെ ആയിരുന്നു. സൺഡേ ഒക്കെ ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ അതൊക്കെ ഒന്ന് ക്ലീൻ ഒക്കെ ഒന്ന് ചെയ്യാനായിട്ട് ടൈം കിട്ടാറുള്ളൂ. ഈ കാണുന്ന ഫ്ലവർ ബോട്ടിലും ഫ്ലവറൊക്കെ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. നമ്മുടെ കൈക്ക് ഒതുക്കുന്ന ഒരു അഫോർഡബിൾ പ്രൈസിന് എന്തായാലും മീഷോയിൽ നിന്ന് കിട്ടുമല്ലോ. അങ്ങനെ ഇതെല്ലാം അങ്ങ് ഓർഡർ ആക്കി മേടിച്ചു. ഈ കാണുന്ന സ്റ്റാൻഡ് അച്ചാച്ച ഉണ്ടാക്കിയതാണ് കേട്ടോ. ആൾ ആശാരിപ്പണി ആയതുകൊണ്ട് അതിന്റെ കാര്യം പിന്നെ വേറെ നമുക്ക് നോക്കേണ്ടി വന്നില്ല. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് പിന്നെ വീട്ടില് നമ്മുടെ വീടിന്റെ ബാക്കിലായിട്ട് 2 പാവലുണ്ടായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നമ്മൾ നട്ടതെല്ലാം തന്നെ അത് അതിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഉണ്ടായി വന്നതാ. അപ്പൊ എന്തായാലും 2 കമ്പ് കുത്തി കൊടുത്ത് അത് അതിന്റെ ഇഷ്ടത്തിന് തന്നെ പടർന്ന് പന്തലിച്ച് വരുന്നുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് വലയൊക്കെ ഇട്ട് നമുക്ക് പടർത്തി എടുക്കാനായിട്ടുള്ള സ്ഥലമില്ലാത്തതുകൊണ്ട് ആ കമ്പൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പൊ 2-3 പാവയ്ക്ക് അതിലുണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ നോക്കിയപ്പോഴാണ് കണ്ടത് അതെല്ലാം മറ്റേ വണ്ടൊക്കെ കുത്തി ഈച്ചെല്ലാം കുത്തി അതിലൊരു തുള വീണിട്ടുണ്ട്. അപ്പൊ അതങ്ങനെ കേടായി ഒരു പഴുത്ത് കിടക്കുക. അപ്പൊ അതുപോലെ തന്നെ അപ്പുറത്തെ പാവലിലും അതുപോലെ 2-3 പാവയ്ക്ക ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ അതും ഇതുപോലെയൊക്കെ തന്നെ വാടിക്കുരഞ്ഞിരിക്കുക. ഇത് നമ്മുടെ ബഡ് പേര കേട്ടോ. അപ്പം ഇതിനി ഉണ്ടാകുമോ ഇല്ലയോ എന്നൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ പേര മേടിച്ചതിന്റെ കൂടെ തന്നെ കപ്പളവും മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് നട്ട് വലുതായി കഴിഞ്ഞപ്പോഴാണ് അത് ആൺകപ്പളമാണെന്ന് അറിഞ്ഞത്. അങ്ങനെ അത് വെട്ടിക്കളഞ്ഞു. പിന്നെ നമ്മൾ എന്തായാലും 2 പേരയ്ക്ക, 2 അല്ല 4 പേരയ്ക്ക അതിലുണ്ടായിട്ടുണ്ട്. പിന്നെ എന്റെ ബാഗ്, ഓഫീസ് ബാഗ് ഒന്ന് കഴുകാനൊക്കെ ആയിട്ട് സോപ്പ് വെള്ളത്തിൽ മുക്കി കുതിർത്തിട്ടു. അത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അങ്ങ് കഴുകിയാൻ കിട്ടു കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്കത്തെ ചോറുണ്ണാനായിട്ടുള്ള ടൈം ആയിട്ടോ. അപ്പൊ എങ്ങനെ ഇന്നത്തെ ഒരു പകുതി ദിവസം കഴിഞ്ഞു. ഓക്കെ ബൈ, അടുത്ത വീഡിയോ കാണാം.